ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ 2022-23 അധ്യയന വർഷത്തെ സാമൂഹ്യശാസ്ത്രം വാർഷിക മൂല്യനിർണ്ണയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് പ്രവർത്തനം 1 നോക്കാം. മനുഷ്യൻ ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളിൽ ചിലത് എക്കാലത്തും ലഭ്യമാണ്. അനിയന്ത്രിതമായ ഉപയോഗം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും കുറവുണ്ടാക്കുന്നു. ചില പ്രകൃതി വിഭവങ്ങളുടെ പേരുകളാണ് താഴെ നൽകിയിരിക്കുന്നത്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. കാറ്റ്, കൽക്കരി, പ്രകൃതിവാതകം, ജലം, വനം, സൂര്യപ്രകാശം, പെട്രോൾ, ഇരുമ്പയിര് മുതലായവ. എന്നാൽ എന്താണ് ഈ ക്വസ്റ്റ്യൻ? എന്താണ് നൽകിയിരിക്കുന്ന പ്രകൃതി വിഭവങ്ങളിൽ എക്കാലവും ലഭ്യമാകുന്ന പ്രകൃതി വിഭവങ്ങൾ പട്ടികപ്പെടുത്തുക. ഏതാണ് കൂട്ടുകാരെ എക്കാലവും ലഭ്യമാകുന്ന പ്രകൃതി വിഭവങ്ങൾ? അതെ, കാറ്റ്, ജലം, സൂര്യപ്രകാശം അല്ലേ. ഏതൊക്കെയാണ്? കാറ്റ്, ജലം, സൂര്യപ്രകാശം. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കൂ. പ്രകൃതി വിഭവങ്ങളുടെ ആവശ്യകത വർദ്ധിക്കാനിടയായ സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? അത് ജനസംഖ്യ വർധനവ്, അതുപോലെ തന്നെ എന്താണ്? ശാസ്ത്ര സാങ്കേതിക പുരോഗതി, ദെൻ മെച്ചപ്പെട്ട വാർത്താവിനിമയ സൗകര്യങ്ങൾ, വ്യവസായവൽക്കരണം. എന്തൊക്കെയാണ്? ജനസംഖ്യ വർധനവ്, ശാസ്ത്ര സാങ്കേതിക പുരോഗതി, മെച്ചപ്പെട്ട വാർത്താവിനിമയ സൗകര്യങ്ങൾ, വ്യവസായവൽക്കരണം. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഇതിലേതെങ്കിലും 3 എണ്ണം എഴുതാവുന്നതാണ്. 3 എണ്ണം എഴുതിയാൽ കൂട്ടുകാർക്ക് ഫുൾ മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇതിന് പ്രവർത്തനം 2 നോക്കിയാലോ. ശാസ്ത്ര സാഹിത്യ മേഖലകളിൽ ലോക സംസ്കാരത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയവരാണ് ആര്? ചൈനക്കാരും അറബികളും അല്ലേ. ക്വസ്റ്റ്യൻ നോക്കാം. ചൈനക്കാരുടെയും അറബികളുടെയും സംഭാവനകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളാണ് പട്ടികയിൽ. പട്ടിക ശരിയായ രീതിയിൽ യോജിപ്പിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വൈദ്യശാസ്ത്രം ഏതായിരിക്കും വരിക? ഏതാണ്? കിതാബുൽ ഹവയാണല്ലേ. ദെൻ വാസ്തുവിദ്യ, പഗോഡകളാണ്. ദെൻ ശാസ്ത്രം, ഏതാണ് വരുന്നത്? വെടിമരുന്ന്, സാഹിത്യം, 1001 രാവുകൾ. അപ്പോൾ വൈദ്യശാസ്ത്രം, കിതാബുൽ ഹവേ, വാസ്തുവിദ്യ, പഗോഡകൾ, ദെൻ ശാസ്ത്രം, വെടിമരുന്ന്, സാഹിത്യം, 1001 രാവുകൾ. ഓക്കെ, ദെൻ കടൽ യാത്രകളിൽ ദിശ മനസ്സിലാക്കാനായി ചൈനക്കാർ കണ്ടുപിടിച്ച ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? കടൽ യാത്രകളിൽ ദിശ മനസ്സിലാക്കാനായി ചൈനക്കാർ കണ്ടുപിടിച്ച ഉപകരണം ഏതാണത്? എളുപ്പമല്ലേ. ഏതാണ്? അതെ, വടക്കുനോക്കി യന്ത്രമാണല്ലേ. ആൻസർ എന്താണ്? വടക്കുനോക്കി യന്ത്രം. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. പ്രവർത്തനം 3 എന്താണ്? പരമ്പരാഗത ഗ്രാമത്തിൻ്റെയും നഗരത്തിൻ്റെയും ചിത്രം നിരീക്ഷിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. പരമ്പരാഗത ഗ്രാമം, നഗരം. നമുക്ക് പരമ്പരാഗത ഗ്രാമത്തിൽ സമൂഹ സവിശേഷതകൾ നോക്കാം. ലളിതമായ വേഷം. അപ്പം നഗര സമൂഹ സവിശേഷതകളിൽ നമുക്ക് എന്തൊക്കെ എന്തെഴുതാം? അതെ, ഫാഷനുകൾ അനുസരിച്ചുള്ള വേഷവിധാനം. ഫാഷനുകൾക്കനുസരിച്ചുള്ള വേഷവിധാനം. ദെൻ കൃഷിക്കും അനുബന്ധ തൊഴിലുകൾക്കുമാണ് പ്രാമുഖ്യം. ഏതിലാണ്? പരമ്പരാഗത ഗ്രാമ സമൂഹ സവിശേഷത അല്ലേ. അപ്പോൾ നമുക്ക് മറ്റേതിൽ എന്തെഴുതാം? വ്യവസായത്തോടും വ്യാപാരത്തോടും സാങ്കേതിക വിദ്യയോടും ബന്ധപ്പെട്ട വിവിധ തൊഴിലുകളാണ്. ദെൻ സങ്കീർണമല്ലാത്ത ജീവിത രീതിയാണ് ഏത്? പരമ്പരാഗത ഗ്രാമസമൂഹത്തിന്. എന്നാൽ എങ്ങനെയാണ് നഗര സമൂഹത്തിന്? വൈവിധ്യവും സങ്കീർണവുമായ ജീവിതശൈലിയാണ്. ദെൻ കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്ക് ഏറെ പ്രാധാന്യം. നഗരസമൂഹത്തിലോ അണുകുടുംബ വ്യവസ്ഥയാണ് കൂടുതലായി കാണപ്പെടുന്നത്. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? ഇതുപോലെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ്? അതെ, ഊരാണല്ലേ. ആൻസർ എന്താണ്? ഊര്. ഓക്കെ, ദെൻ പ്രവർത്തനം 4 നോക്കാം. മധ്യകാല കേരളത്തിൽ പുറം നാടുകളുമായുള്ള കച്ചവടവും പ്രാദേശിക കച്ചവടവും പുരോഗതി പ്രാപിച്ചിരുന്നു. ക്വസ്റ്റ്യൻ എന്താണ്? മധ്യകാല കേരളത്തിൽ വ്യാപാരം ശക്തിപ്പെടുന്നതിനും പുതിയ അങ്ങാടികളും തുറമുഖങ്ങളും വളർന്നു വരുന്നതിനും ഇടയായ സാഹചര്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്തൊക്കെ എഴുതാം? എന്തൊക്കെ പോയിന്റ്സ് അതിൽ എഴുതാവുന്നതാണ്? അതെ, സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന രീതിയാണല്ലേ അന്ന് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നാണയങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി. തന്നെ 5 വണ്ണം, മണിഗ്രാമം തുടങ്ങിയ കച്ചവട സംഘങ്ങൾ ഉണ്ടായിരുന്നു. കച്ചവട ചുങ്കമായിരുന്നു അവരുടെ പ്രധാന വരുമാന മാർഗം. കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു. അതുപോലെ ഗ്രാമങ്ങളിലെ വിഭവങ്ങൾ അങ്ങാടികളിൽ കൈമാറി. ദെൻ അങ്ങാടികളുടെ വളർച്ച പ്രാദേശിക കച്ചവടം ശക്തിപ്പെടുത്തി. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റ്സ് എല്ലാം എഴുതിക്കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കൂട്ടുകാർക്ക് കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്?
കോഴിക്കോട് തുറമുഖത്തിൽ ദല്ലാളന്മാർ ഉറപ്പിക്കുന്ന വിലയ്ക്ക് സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നു. ഏത് വിദേശ സഞ്ചാരിയുടെ വിവരണത്തിലാണ് ഈ പരാമർശമുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് വിദേശ സഞ്ചാരിയുടെ വിവരണത്തിലാണ്? അതെ, മാഹ്വാൻ ആണല്ലേ. ആരാണ്? മാഹ്വാൻ. ആൻസർ എന്താണ്? മാഹ്വാൻ. ദെൻ പ്രവർത്തനം 5 നോക്കിയാലോ. എന്താണ്? ഭൂമിയുടെ ഒരു ഭാഗത്ത് പകൽ അനുഭവപ്പെടുമ്പോൾ മറുഭാഗത്ത് രാത്രിയാകുന്നു. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ക്വസ്റ്റ്യൻ നോക്കൂ. രാത്രിയും പകലും അനുഭവപ്പെടുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയുന്നതിന് ഒരു പരീക്ഷണം വിശദീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ടല്ലേ കൂട്ടുകാരതിൻ്റെ ആൻസേഴ്സ് ഒക്കെ. ഓക്കെ, നമുക്ക് എഴുതാം. എന്താണ്? ഫസ്റ്റ് എന്ത് ചെയ്യുക? ഒരു ഇരുട്ടുമുറി തിരഞ്ഞെടുത്ത് ഗ്ലോബ് ക്രമീകരിച്ച് ഗ്ലോബിൻ്റെ ഒരു വശത്തേക്ക് ടോർച്ച് പ്രകാശിപ്പിക്കുക. ദെൻ നെക്സ്റ്റ് എന്താണ്? ഗ്ലോബ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ചലിപ്പിക്കുക. ഒരു ഭാഗത്ത് പ്രകാശം ലഭിക്കുമ്പോൾ മറുഭാഗത്ത് ഇരുട്ടായിരിക്കും. ഇതല്ലേ കൂട്ടുകാരെ പരീക്ഷണം? ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? ഈ പരീക്ഷണത്തിലൂടെ എന്തെല്ലാം നിഗമനങ്ങളിലാണ് എത്തിച്ചേരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തെല്ലാം നിഗമനങ്ങളിലാണ് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്? അതെ, ഭ്രമണം മൂലം സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗം പ്രകാശിതമാകുന്നതിനാൽ പകൽ അനുഭവപ്പെടുന്നു. അതുപോലെ മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രി അനുഭവപ്പെടും. അപ്പോൾ ഈ പരീക്ഷണത്തിലൂടെ എന്തെല്ലാം നിഗമനങ്ങളിലാണോ കൂട്ടുകാർക്ക് എത്തിച്ചേരാൻ സാധിച്ചത് അവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്? ഭ്രമണം മൂലം സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗം പ്രകാശിതമാകുന്നതിനാൽ പകൽ അനുഭവപ്പെടുന്നു. മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രി അനുഭവപ്പെടും. ഓക്കെ, ദെൻ പ്രവർത്തനം 6 നോക്കാം. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളതില്ലതാനും അല്ലേ? ഗാന്ധിജിയുടെ വാക്കുകളാണല്ലേ ഇത്. നോക്കൂ, ക്വസ്റ്റ്യൻ എന്താണ്? ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും സുസ്ഥിര വികസനത്തിന് സഹായകമായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് പ്രസ്താവനകൾ കൊടുത്തിട്ടുള്ളത്? കോൺക്രീറ്റ് ടൈലുകൾ പാകി മനോഹരമാക്കുന്ന മുറ്റങ്ങൾ, സോളാർ പാനലുകൾ നിർമ്മിക്കുന്നു, പ്ലാസ്റ്റിക് കവറുകൾക്ക് പകരം തുണിസഞ്ചികൾ, പേപ്പർ ബാഗുകൾ എന്നിവ ഉപയോഗിക്കുന്നു, അനിയന്ത്രിതമായി മരങ്ങൾ മുറിച്ചു മാറ്റുന്നു, ഉപയോഗശേഷം ലൈറ്റുകളും ഫാനുകളും ഓഫാക്കുന്നു. ഇതിലേതൊക്കെയാണ് സുസ്ഥിര വികസനത്തിന് സഹായകമായ പ്രസ്താവനകൾ? ഏതൊക്കെയാണ് കൂട്ടുകാരെ? അതെന്തൊക്കെയാണ്? സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നു, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറുകൾക്ക് പകരം തുണിസഞ്ചികൾ, പേപ്പർ ബാഗുകൾ എന്നിവ ഉപയോഗിക്കുന്നു. ദെൻ ഉപയോഗശേഷം ലൈറ്റുകളും ഫാനുകളും ഓഫാക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് അതിൽ കൊടുത്തിട്ടുള്ളത്? സുസ്ഥിര വികസനം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? എന്താണ് കൂട്ടുകാരെ സുസ്ഥിര വികസനം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതെ, വരും തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശേഷിയിൽ കുറവ് വരാതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് എന്ത്? സുസ്ഥിര വികസനം. നമുക്ക് എങ്ങനെ എഴുതാം? വരും തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശേഷിയിൽ കുറവ് വരാതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഓക്കെ, ദെൻ പ്രവർത്തനം 7 നോക്കാം. കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട പ്ലേ കാർഡുകൾ ശ്രദ്ധിക്കൂ. വിദ്യാഭ്യാസം എൻ്റെ അവകാശമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എൻ്റെ അവകാശമാണ്. മറ്റെന്തെല്ലാം അവകാശങ്ങളാണ് കുട്ടികൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്? ഏതെങ്കിലും 4 എണ്ണം നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാൻ കൂട്ടുകാരെ? അതെ, ബാലവേലയിൽ നിന്നുള്ള സംരക്ഷണമല്ലേ. അതുപോലെ തന്നെ എന്താണ്? 6 മുതൽ 14 വയസ്സുവരെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. ദെൻ പഠനാനുകൂല അന്തരീക്ഷവും അടിസ്ഥാന സൗകര്യങ്ങളും. ദെൻ അതിജീവനത്തിനും സംരക്ഷണത്തിനും. മാനസികവും ശാരീരികവുമായ പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണവും പരിചരണവും. പങ്കാളിത്തത്തിനുള്ള അവകാശം. ദെൻ അവഗണനകളിൽ നിന്നുള്ള സംരക്ഷണം. സ്നേഹവും സുരക്ഷയും നൽകുന്ന കുടുംബവും സമൂഹവും ലഭിക്കാനുള്ള അവകാശം. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്താൽ മതി? ഇതിലേതെങ്കിലും 4 അവകാശങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് 4 മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യൻ പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം RTE ആക്ട് പാസ്സാക്കിയത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് വർഷമാണ്? അത് 2009 ആണല്ലേ. ഏത് വർഷമാണ്? 2009 ആണ്. ദെൻ പ്രവർത്തനം 8 നോക്കാം. വിവിധ രാജവംശങ്ങളുടെ അധികാര കേന്ദ്രമായിരുന്നു ഏത്? അതെ, ഡൽഹി അല്ലേ. ദെൻ മധ്യകാലഘട്ടത്തിൽ ഡൽഹിയിൽ അധികാരം സ്ഥാപിച്ച രാജവംശങ്ങൾ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും സാമ്രാജ്യ വിസ്തൃതി വ്യാപിപ്പിച്ചു. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡൽഹിയിൽ അധികാരം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ മുഗൾ ഭരണാധികാരികൾ സൈനിക ശക്തി മെച്ചപ്പെടുത്തുന്നതിനായി സ്വീകരിച്ച മാർഗങ്ങൾ എന്തെല്ലാമാണ്?
എന്തെല്ലാമായിരുന്നു? അതെ, ഫസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? വെടിമരുന്ന്, പീരങ്കി എന്നിവയുടെ ഉപയോഗമല്ല. അതുപോലെ തന്നെ വലിയൊരു സൈന്യം, അതുപോലെ മൻസബ്ദാരി സമ്പ്രദായത്തിലൂടെ സൈന്യത്തെ ശക്തിപ്പെടുത്തി. അപ്പോൾ എന്തൊക്കെയാണ് മാർഗങ്ങൾ? വെടിമരുന്ന്, പീരങ്കി എന്നിവയുടെ ഉപയോഗം, വലിയൊരു സൈന്യം, ദെൻ മൻസബ്ദാരി സമ്പ്രദായത്തിലൂടെ സൈന്യത്തെ ശക്തിപ്പെടുത്തി. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. പട്ടികയിൽ നൽകിയിരിക്കുന്ന ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ ഭരണാധികാരികളെ തിരിച്ചറിഞ്ഞ് എഴുതുക. ഫസ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത്? ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. തങ്ക, ജിതൽ എന്നിവയായിരുന്നു നാണയങ്ങൾ. ആരാണ് കൂട്ടുകാരെ ഭരണാധികാരി? ആരാണ്? അതെ, ഇൽത്തുമിഷാണ് അല്ലേ? ആരാണ്? ഇൽത്തുമിഷാണ്. ദെൻ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റി. ആരാണ്? യെസ്, മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ഭരണാധികാരി ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.